ഞങ്ങളുടെ വിദ്യാലയത്തിലെ യൂട്യൂബ് ചാനൽ റിതം വിഷനിലെ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാക്കേനോടും കിളികളോടൊക്കെ കുശലം പറഞ്ഞിട്ട് രാമു വീണ്ടും പോവുകയാണ് റഹീമിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട്. അപ്പോഴാണ് എന്തോന്ന് മുന്നിൽ കൂടി വളരെ ശക്തിശാല വേഗത്തിൽ എന്തോ ഒരു വസ്തു മുന്നിൽ കൂടി ഓടിയത്. നമുക്കും ചിലപ്പോൾ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഷോക്കടിച്ച പോലെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. അത് ചിലപ്പോൾ പാമ്പാവാം, ഓന്താവാം, അല്ലെന്നുണ്ടെങ്കിൽ അരണയാവാം, ഉരുടിയാവാം, പലതും ആവാം. പക്ഷേ ഇവിടെ കണ്ടിട്ടുള്ളത് ഇതൊന്നുമല്ല, ഒരു മുഴുത്തൊരു എലി. എന്തോ കണ്ട് പേടിച്ചിട്ട് പോലെ രാമുവിൻ്റെ മുന്നിൽ കൂടി ഒരൊറ്റ ഓട്ടാണ്. അടുത്ത പൊന്തയിലേക്ക് മാറി. റോഡ് ചെറിയ ഇടവഴിയാണ്, അതുകൊണ്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മാറുകയാണ്. അപ്പോൾ ഈ എലീനെ കണ്ടപ്പോൾ ആർക്കും ഒരു കൗതുകമാണ്. കാണാൻ വലിയ ഭംഗിയുള്ള ആളൊന്നും അല്ലെങ്കിലും എലീനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ്. അപ്പോൾ ആ എലി എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പം ഉണ്ട് അതിൻ്റെ പിന്നാലെ തന്നെ വേറൊരാൾ വരുന്നത്. എലീൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എലീനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്, അതായത് പൂച്ച. ആജന്മ വൈരികളാണ്, ശത്രുക്കളാണ് രണ്ടുപേരും. എവിടെ പൂച്ചയുണ്ടോ അവിടെ എലി ഉണ്ടാവില്ല, എവിടെ എലിയുണ്ടോ അവിടെ പൂച്ച ഉണ്ടാവും ചെയ്യും. കാരണം അത്ര അടുപ്പാണ് അവർ തമ്മിൽ. അപ്പോൾ നമുക്ക് 6 എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ട് എലിയും പൂച്ചയും നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കാം. അതിൽ ഒരു 6 സാധാരണ നമ്മൾ എഴുതുന്ന ബോർഡിൽ എഴുതുന്ന പോലെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് എഴുതുന്നു. മറ്റേ 6 നമുക്കൊന്ന് കുറച്ച് കിടക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങളെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മലർത്തിയിട്ടോ കിടത്തിയിട്ടോ ചെരിച്ചിട്ടോ ചാച്ചിട്ടോ ഒക്കെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അക്ഷരം അത് തന്നെയാണ്, പക്ഷെ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. അത് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ 6 ഉപയോഗിച്ചിട്ട് പൂച്ചയും എലിയും എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഓക്കെ, പാർ ഉപയോഗിച്ച് പൂച്ച അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നൊരു പൂച്ചയാണ് നമ്മൾ വരച്ച്. ഫ്രണ്ട് വ്യൂവും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഞാനൊരു എലീനെ വരയ്ക്കുകയാണ്. അപ്പോൾ ആ എലീൻ്റെ 6 കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 6 ഇങ്ങനെ കഴുന്ന് കിടക്കുന്ന പോലെയുള്ള ഒരു 6 നമ്മൾ വരച്ചിട്ടുള്ളത്. നമ്മളൊരു എലിയെ 6 എന്നുള്ള അക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എലിയും നമ്മൾ വരച്ചിട്ടുള്ളത്. പൂച്ചയെന്ന് വരച്ചു, നമ്മൾ എലിയും വരച്ചു. ഇനി 6 ഉപയോഗിച്ചിട്ട് ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാം. അത് നിങ്ങൾ ഭാവനയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അക്കത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും ഓരോരോ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ നമ്മളിങ്ങനെ കടലാസിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് പല കണ്ടെത്തലുകളും നടത്താൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിൻ്റെ ചാനലായ റിതം വിഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.